അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ വതുഖൻ വഹുദൻ വഫഖിഹ്നാ ഫിദ്ദീൻ. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റീൽസ് ലൈഫ് വേഴ്സസ് റിയൽ ലൈഫ്. ഇവിടെ നിഷാദ് സലായി സൂചിപ്പിച്ച പോലെ തന്നെ വാസ്തവത്തിൽ നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് റീൽസുകളുടെ യുഗത്തിലാണ് എന്ന് പറഞ്ഞാൽ ആ സംസാരം, ആ ഒരു പ്രയോഗം അതൊരിക്കലും എക്സാജുറേഷൻ അല്ല എന്ന് നമുക്കറിയാം. കാരണം അക്ഷരാർത്ഥത്തിൽ തന്നെ സത്യത്തിൽ നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് റീൽസുകളുടെ യുഗത്തിലാണ്. എന്തിനും ഏതിനും ഏത് കാര്യത്തിനാണെങ്കിലും അത് റീൽസുകളിലൂടെ പുറം ലോകത്തെത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരാണെങ്കിലൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എല്ലാം അതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ റീൽസുകളുടെ ജീവിതമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുള്ള എത്ര പേരുണ്ട്? ഞാൻ ആ ചോദിക്കുന്ന ചോദ്യം വിഡ്ഢിത്തമാണെന്ന് എനിക്കറിയാം, ഇല്ലാത്തവരെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. എങ്കിൽ പോലും ഇൻസ്റ്റ യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഇവിടെ? ധൈര്യമായിട്ട് കൈയൊന്നിച്ചോളൂ. ഇവിടെ ID ചോദിക്കാനൊന്നുമല്ല. ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഓക്കെ, ഇപ്പം ഞാനിവിടെ നിന്നിട്ട് നിങ്ങളുടെ മുന്നിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പാണ് വളരെ കുറഞ്ഞ ആളുകൾ. ചിലപ്പോൾ നിങ്ങളുടെ ഉമ്മമാർ അല്ലെങ്കിൽ ഇവിടെ കുറച്ച് പ്രായമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൈയൊന്നിക്കുള്ളൂ, അല്ലേ? ഫേസ്ബുക്കൊക്കെ നമ്മുടെ ഇടയിൽ നിന്ന് ഔട്ടായി. ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുണ്ടാവും. സ്നാപ്ചാറ്റ് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയാം ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ കൈ പൊന്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. സത്യമല്ലേ? അല്ലേ? ആണ്. ഇങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. അപ്പോൾ കുറേ ആളുകൾ ഇൻസ്റ്റ ആണെങ്കിലും സ്നാപ്ചാറ്റ് ആണെങ്കിലും ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അൽഹംദുലില്ലാ, ഖൈറ്. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ റീൽസുകൾക്കിടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്താണ് റിയൽ ലൈഫ് എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നുണ്ട് എന്നത് തന്നെയാണ് സത്യം. നമ്മുടെ ലൈഫിനോട് തന്നെ, നമ്മുടെ ജീവിതത്തോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഞാൻ അറിയേണ്ടതില്ല, എന്നെ അതൊന്നും ബാധിക്കൂല. എനിക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും, എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, ഹൂ ആം ഐ, വൈ ആർ വി ഹിയർ, ഞാൻ ആരാണ്, നമ്മൾ എന്തിനാണ് ഇവിടെ, നമ്മൾ എന്ത് ഫോളോ ചെയ്യണം, നമ്മൾ ആരനുസരിക്കണം, ഇതൊന്നും എന്നെ ബാധിക്കൂല. കാരണം ഞാനിങ്ങനെ അലക്ഷ്യമായി ജീവിച്ചാൽ മതി എന്നാണ് ചില ആളുകൾ പറയുക. നിങ്ങൾ കുരങ്ങുകളെ കണ്ടുകണോ? എയ്ബ്സ് കണ്ടുകണോ? കുരങ്ങുകളെ, എയ്ബ്സ്, അല്ലേ? നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ മനുഷ്യനും കുരങ്ങും തമ്മിൽ ഒരു മാറ്റവുമില്ല. ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. മനുഷ്യന് രോമക്കുപ്പായമില്ല, രോമം, ശരീരത്തിൽ രോമമില്ല. കുരങ്ങിന് രോമമുണ്ട്. മനുഷ്യന് ശരീരത്തിൽ രോമം ഇല്ലാത്തത് കൊണ്ട് മനുഷ്യൻ നെയ്ക്കിഡാണ്. കുരങ്ങിന് ശരീരത്തിൽ രോമമുള്ളത് കൊണ്ട് കുരങ്ങ് നെയ്ക്കിഡല്ല. ഇതാരാ പറഞ്ഞതെന്നറിയോ? ഡെസ്മണ്ട് മോറിസ്. ഡെസ്മണ്ട് മോറിസിൻ്റെ നെയ്ക്കിഡ് എയ്പ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. മലയാളത്തിൽ ആ പുസ്തകം അവൈലബിൾ ആണ്. മാതൃഭൂമി പബ്ലിഷ് ചെയ്തിട്ടുണ്ടത്. നഗ്നവാനരൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്, നഗ്നവാനരൻ. ആ പുസ്തകത്തിൽ അദ്ദേഹം സ്ഥാപിക്കുന്നത് എന്താണെന്നറിയോ? മനുഷ്യൻ എന്ന് പറയുന്നത് നെയ്ക്കിഡ് ആയിട്ടുള്ള ഒരു എയ്പ്പാണ്, നഗ്നനായിട്ടുള്ള ഒരു എയ്പ്പാണ്, ഒരു കുരങ്ങാണ്. മനുഷ്യൻ കുരങ്ങ് തന്നെയാണ്. ശരിക്കും നിങ്ങളും ഞാനൊക്കെ ആരാണ്? കുരങ്ങാണ്. പക്ഷേ നമ്മൾ നഗ്നനാണ്, ന്യൂഡാണ്, നെയ്ക്കിഡാണ്. നമ്മുടെ ശരീരത്തിൽ രോമമില്ല. കുരങ്ങിന് രോമമുണ്ട്. അതുകൊണ്ട് കുരങ്ങ്
നെയ്ക്കഡല്ല, നമ്മൾ നെയ്ക്കഡാണ്, നമ്മുടെ ശരീരത്തിൽ രോമമില്ല. അപ്പോൾ കുരങ്ങിന് എന്തൊക്കെ അനുവദനീയാണോ അതൊക്കെ നമുക്കും അനുവദനീയാണ്. കുരങ്ങ് പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ സഫ്വാൻ ബറാമി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു പോയൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഷൈനസ്, മോഡസ്റ്റി, ലജ്ജ. കുരങ്ങിന് ലജ്ജ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു സവിശേഷ ഗുണമുണ്ടോ? ഉണ്ടോ? കുരങ്ങ് ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്നത്, കുരങ്ങ് അതിൻ്റെ ഇണയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു ഒളിയും മറയും സ്വീകരിച്ചിട്ടാണോ? അല്ല. അത് ഏതെങ്കിലും ഒരു ഭക്ഷണം എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഇതെനിക്ക് ഹലാലാണോ ഇതെനിക്ക് ഹറാമാണോ നോക്കിയിട്ടാണോ എടുക്കുക? അല്ല. അതിൻ്റെ മുന്നിൽ കിട്ടിയ ഫുഡ് അത് എടുത്തു കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. മനുഷ്യനും ഇതേപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമില്ല. ഒരു കുരങ്ങിനെ പോലെ നിങ്ങൾ ജീവിച്ചോളൂ എന്നാണ് ഡെസ്മണ്ട് മോറിസ് അദ്ദേഹത്തിൻ്റെ ദ നൈക്ഡ് ഏപ്പ് എന്ന് പറയുന്ന പുസ്തകത്തിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ മനുഷ്യരാണ്, മറ്റു ജീവജാലങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തരാണ്. വലക്കത് കറംനാ ബനി ആദം, ആദമിൻ്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, ആദമിൻ്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ 17-ാമത്തെ സൂറത്തു ഇസ്രായിലൂടെ അല്ലാഹു തആല അടിവരയിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്, ഉദ്ദേശമുണ്ട്. എന്നെ അതൊന്നും ബാധിക്കില്ല, ഞാനതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. നൈഹിലിസം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്, ഒരു ആശയ പ്രസ്ഥാനമുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ലോകത്ത് സ്പ്രെഡായ, ആളുകൾക്കിടയിൽ ബാധിച്ചു തുടങ്ങിയ ഒരു ഇസമാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ്, ഒരു ഐഡിയോളജിയാണ് നെയ്ഹിലിസം. നെയ്ഹിലിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് ബിലീഫ് ഇൻ നത്തിങ്, ഒന്നുമില്ലായ്മയിൽ വിശ്വസിക്കുക, ഒന്നുമില്ലായ്മയിൽ വിശ്വസിക്കുക, ബിലീഫ് ഇൻ നത്തിങ്. അതാണ് നെയ്ഹിലിസം. നിങ്ങളെ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? ഒരു അർത്ഥവുമില്ല. നിങ്ങളെന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഫാമിലി സിസ്റ്റത്തിലൊക്കെ ജീവിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെന്തിനാണ് ഡ്രസ്സ് ധരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. എന്തിനും ഒരു അർത്ഥമില്ല, ഒന്നിനും ഒരു പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ല, ഒരു മീനിങ്ങുമില്ല. ഇങ്ങനെയുള്ള ഒരു ഐഡിയോളജിയാണ് നെയ്ഹിലിസം എന്ന് പറയുന്നത്. മനുഷ്യൻ അങ്ങനെ ആയാൽ മതി എന്നാ പറയാം. ഇവിടുത്തെ ലിബറലിസ്റ്റുകൾ, ഇവിടുത്തെ യുക്തിവാദികൾ, അവർ മനുഷ്യരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? നിങ്ങൾ അങ്ങനെ ആയാൽ മതി, ജീവിതത്തിന് പ്രത്യേകിച്ച് വേറെ ഒരു ലക്ഷ്യവുമില്ല. ഇതാണ് നെയ്ഹിലിസം മുന്നോട്ട് വെക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമില്ലേ? ഉണ്ടാകേണ്ടതുണ്ട്. ഇതിനെ ലോജിക്കായിട്ട് തന്നെ, യുക്തിപരമായിട്ട് തന്നെ എങ്ങനെ നേരിടാം എന്നാണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു ചെറിയ ഒരു ടെക്സ്റ്റ്. നമ്മളെല്ലാവരും ഒരു ഷിപ്പിൽ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മളൊക്കെ ഒരു ഷിപ്പിൽ യാത്ര ചെയ്യാണ്. ഒരു ഷിപ്പിൽ നമ്മളൊക്കെ യാത്ര ചെയ്യാണ്, വോയേജ് ഓൺ ദ ഷിപ്പ്. ഞാനിങ്ങനെ നിങ്ങളുടെ അടുക്കൽ ഒരു കാര്യം പറയാണ്, നിങ്ങളതൊന്ന് ഇമേജിൻ ചെയ്യാം. പക്ഷെ ആ കാര്യം ഒരു ഇമാജിനേഷൻ മാത്രമാകരുത്, ഒരു ഡ്രീം മാത്രമാവരുത്, ഒരു സ്വപ്നം പോലെ ആവരുത്. ഞാൻ പറയുന്ന ഒരു 2 സെക്കൻഡ് നിങ്ങളെല്ലാവരും കണ്ണടച്ചിരിക്കുക. എല്ലാവരും കണ്ണടച്ചിരിക്കുക. നല്ല ഫുഡൊക്കെ അടിച്ച സമയമാണ്, കണ്ണടച്ച് ഉറങ്ങിപ്പോരുത്. എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. ഓക്കെ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ രീതിയിൽ ഉറങ്ങാൻ കിടക്കുന്ന പോലെ ഉറങ്ങാൻ കിടന്നതാണിപ്പോൾ. അപ്പോൾ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്, നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ധരിക്കുന്ന ഡ്രസ്സാണ്. ഈ പറയുന്ന പർദ്ദയോ പാൻറ്റോ ഷർട്ടോ ഒന്നുമല്ല. നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ എന്ത് ഡ്രസ്സാണോ ധരിക്കുക അതാണ് ധരിച്ചിരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ റൂമിൽ നിങ്ങൾ AC ഓൺ ചെയ്തു, അല്ലെങ്കിൽ ഫാൻ ഓൺ ചെയ്തു, നല്ല സുഖമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കിടന്നു. പെട്ടെന്ന് നിങ്ങൾ ഉറക്കിൽ നിന്ന് കണ്ണ് തുറന്നോളൂ. ഇപ്പം നിങ്ങളൊരു ഷിപ്പിലാണ് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. പക്ഷേ ഇതേപോലെ നിങ്ങൾ ഉറങ്ങുന്നിടത്തുനിന്ന്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉറങ്ങാൻ കിടന്നിടത്തുനിന്ന് നിങ്ങൾ സാധാരണഗതിയിൽ പെട്ടെന്ന് എണീറ്റതാണ്. ഉറക്കിൽ നിന്നാണ്ട് എണീറ്റ് നോക്കിയപ്പോൾ നിങ്ങളൊരു വലിയ ഷിപ്പിൽ, ഒരു ലക്ഷറി ഷിപ്പിൽ, ഒരു ആഡംബര കപ്പലിൽ നിങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക. വീട്ടിൽ ഉറങ്ങാൻ കിടന്നതാണ്, നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ഉറങ്ങിയായിരുന്നു. പെട്ടെന്ന് കണ്ണുറന്നപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഒരു വലിയ ഷിപ്പിൽ നിങ്ങളിങ്ങനെ യാത്ര ചെയ്യാണ്. ആ സമയത്ത് നിങ്ങൾക്കവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള നല്ല അവസരം കിട്ടി. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് നല്ല ഭക്ഷണങ്ങളൊക്കെ ആ ഷിപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആ ഷിപ്പിൽ ഇങ്ങനെ നടന്നിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുമോ ഇല്ലയോ? നിങ്ങളുടെ മുന്നിലേക്ക് ആരെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തന്നു, നിങ്ങൾ ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുമോ? പുറത്തുള്ള
കടലും അതിൻ്റെ തിരമാലകളും അതുപോലെ തന്നെ ഡോൾഫിൻസിനൊക്കെ കണ്ടിട്ട് നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കോ ഇല്ലയോ? കഴിക്കും. എന്തവസ്ഥ വന്നാലും എൻ്റെ ജാറം ഞാൻ നിറക്കും, എൻ്റെ വയറ് ഞാൻ നിറക്കും. അത് ഇനി കപ്പലിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും എന്നെ അതൊന്നും ബാധിക്കില്ല. വയറ് ഞാൻ ഫുള്ളാക്കുന്നതാണ് ബോയ്സ് പറയണത്. എന്താ ഗേൾസിന് പറയാനുള്ളത്? ഭക്ഷണം കഴിക്കൂല. എന്തുകൊണ്ടാണ്? പല്ല് വെച്ചിട്ടില്ലാത്തതുകൊണ്ടാ? എന്താണ് ഭക്ഷണം കഴിക്കൂല എന്ന് പറയാൻ കാരണം? യെസ്, പറഞ്ഞോളൂ. അവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യം ഇങ്ങോട്ട് പറയും. എന്താണ്? പറഞ്ഞോളൂ. അങ്ങൾ പറയും. പറഞ്ഞോളൂ. എങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയില്ല. കുറേ തോട്ട്സുകളുണ്ട്. യെസ്, വെരി ഗുഡ്. കറക്റ്റ് ആൻസറാണ്. എങ്ങനെ ആ ഷിപ്പിൽ ഞാൻ എത്തിപ്പെട്ടു എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ. ഞാൻ എന്തിനാണ് ഇവിടെ ഷിപ്പിൽ വന്നത്? എന്നെ ആരാണ് ഈ ഷിപ്പിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ ഉറങ്ങുമായിരുന്നല്ലോ. ആരാണ് എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്? ഞാൻ എപ്പോഴാണ് ഡ്രസ്സൊക്കെ മാറ്റിയത്, ചേഞ്ച് ആക്കിയത് എപ്പോഴാണ്? ഞാൻ എന്തിനാണ് ഈ ഷിപ്പ് തിരഞ്ഞെടുത്തത്? ഈ ഷിപ്പിൽ കയറിയിട്ട് ഞാൻ കടലും കടന്ന് എവിടേക്കാണ് പോണത്? എന്താണ് എൻ്റെ യാത്രയുടെ ലക്ഷ്യം? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവൂലേ ബോയ്സ്? ഉണ്ടാവും പറയടാ. ഉണ്ടാവും ഗേൾസ്? ഉണ്ടാവൂലേ? ചോദ്യങ്ങൾ ഒരുപാട് നമ്മുടെ മുന്നിലുണ്ടാകും, എന്തായാലും ഉണ്ടാകും. ഈ ചോദ്യങ്ങൾക്കെല്ലാം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഉത്തരം കിട്ടാതെ, തൃപ്തികരമായ ഉത്തരം കിട്ടാതെ നിങ്ങൾക്ക് ആ കപ്പലിലെ യാത്ര ആസ്വദിക്കാൻ പറ്റുമോ? കപ്പലിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ട് കാറ്റും കൊണ്ടിട്ട് ഇങ്ങനെ സെൽഫി ഇടാൻ പറ്റൂല. അവിടെ നിങ്ങൾക്ക് ആ യാത്ര ആസ്വദിക്കാൻ പറ്റൂല. കാരണം നിങ്ങളുടെ തലയിൽ മുഴുവൻ, നിങ്ങളുടെ മൈൻഡിൽ മുഴുവൻ ഈ ചോദ്യങ്ങളാണ്. ഇനി ഇതേ ഉദാഹരണം, ഈ പറഞ്ഞ സെയിം എക്സാമ്പിൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്കൊന്ന് കൊണ്ടുവന്ന് വെച്ച് നോക്ക്. നിങ്ങളുടെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്നു, ഈ ഭൂമിയിലേക്ക് നിങ്ങൾ വന്നു. ഇവിടെ നിങ്ങൾ ഭുജാതനായി ഈ ഭൂമിയിലേക്ക് പുറത്തേക്ക് വന്നു. ഇവിടെ ശരിക്കും നമ്മൾ ആലോചിക്കണ്ടേ, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ എന്താണ് ഈ ഭൂമിയിൽ ഇവിടെ ജനിക്കാനുള്ള കാരണം? എൻ്റെ ലൈഫിൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ എങ്ങോട്ടാണ് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്? ശരിക്കും ഞാൻ എന്തൊക്കെ ഇവിടെ പ്രവർത്തിക്കണം? എന്തൊക്കെയാണ് നന്മ, എന്തൊക്കെയാണ് തിന്മ? ഈ മരിച്ചു കഴിഞ്ഞ മനുഷ്യന്മാരൊന്നും തിരിച്ചു വരുന്നില്ല. അപ്പം മരിച്ചവരൊക്കെ എവിടേക്കാണ് പോണത്? എന്താണ് എൻ്റെ ലൈഫിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ്? ഇങ്ങനെ കുറേ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കേണ്ടേ ഇല്ലേ? ഈ ചോദ്യങ്ങൾക്കെല്ലാം തൃപ്തികരമായ ഉത്തരം നമുക്ക് ലഭിക്കേണ്ടതില്ലേ? ഉണ്ട്. അപ്പം നമ്മുടെ ലൈഫിന് ഒരു റിയാലിറ്റി ഉണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ലൈഫിന് ഒരു റിയാലിറ്റി ഉണ്ട്. വെറുതെ തിന്നും കുടിച്ചും ഉറങ്ങി തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലായോ? തിന്നും കുടിച്ചും കഴിഞ്ഞുകൂടാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. ഈ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ, ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ പറയും, ആരും എൻ്റെ മൈൻഡ് മനസ്സിലാക്കിയില്ലെങ്കിലും ഇൻസ്റ്റഗ്രാം എൻ്റെ മൈൻഡ് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കാരണം എനിക്ക് അനുയോജ്യമായ റീൽസാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് അനുയോജ്യമായ പോസ്റ്റുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സത്യമല്ലേ? അല്ലേ? നമ്മൾ നമ്മുടെ മൈൻഡിൽ എന്തൊരു മൂഡിലാണോ നമ്മളുള്ളത്, ഏതൊരു സിറ്റുവേഷനിലാണോ ചിലപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്, അതിനനുസരിച്ചുള്ള റീൽസുകൾ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ അതിൻ്റെ ഫ്ലോയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും ഇത് എന്നെ പറ്റിയാണല്ലോ പറയുന്നത്. അപ്പം നമ്മളിത് റിയലാണെന്ന് അറിയാതെ വിചാരിച്ചു പോകും. നമ്മൾ തന്നെ അത് റിയലാണെന്ന് വിചാരിച്ചു പോകും. ഫേസ്ബുക്കിൽ നമ്മളിങ്ങനെ കുറേ പോസ്റ്റുകൾ വായിക്കും, കുറേ സമയം അതിൽ വീഡിയോസ് കണ്ടങ്ങനെ തീർക്കും. ഒരു നന്മയുമില്ലാത്ത, പ്രത്യേകിച്ച് ഒരു ബെനിഫിഷ്യലുമല്ലാത്ത, ഒരു ഉപകാരവുമില്ലാത്ത വെറുതെ കുറേ ടൈം നമ്മളങ്ങനെ കില്ല് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകും. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ചില ചോദ്യങ്ങൾ തരും. ചോദ്യങ്ങളല്ല, ചില ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമുകളിൽ നമ്മൾ ധാരാളമായി വായിക്കുന്ന, പലപ്പോഴായി നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന ചില പോസ്റ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തരും. നിങ്ങൾ പറയും, ശരിയാണ്, ഇത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട്, ഞാൻ അറിയാതെ ഈ പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയും. നിങ്ങളൊന്ന് നോക്ക്, ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇൻസ്റ്റയിൽ നമ്മൾ കാണുന്ന ഒരു തരം പോസ്റ്റാണ്, ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കാണുന്ന ഒരു തരം പോസ്റ്റാണ്, ഐ ഫോളോ മൈ ഓൺ പാഷൻസ് നോട്ട് ദ പ്രിഫറൻസസ് ഓഫ് അതേഴ്സ്. ഞാൻ ഫോളോ ചെയ്യുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളാണ്,
ഞാൻ പിന്തുടരുന്നത് എൻ്റെ ഇഷ്ടങ്ങളെയാണ്, മറ്റുള്ളവരുടെ താല്പര്യങ്ങളെയല്ല. മറ്റുള്ളവരെന്ത് പറയുന്നു എന്നൊന്നും എൻ്റെ കൺസേൺ അല്ല, എനിക്കത് നോക്കണ്ട. ഐ ഫോളോ മൈ ഓൺ പാഷൻസ്. ഞാൻ ഫോളോ ചെയ്യുന്നത്, ഞാൻ പിന്തുടരുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളെയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരുമല്ല. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇത്തരം പോസ്റ്റുകൾ കാണാറുണ്ടോ? ഉണ്ട്. നമ്മൾക്ക് തോന്നും, ഓ ഭയങ്കര എന്തോ സംഭവമാണ്, ഭയങ്കര വലിയ എന്തോ കാര്യമാണ്, എനിക്ക് വേറെ ആരുടെയും ഉപദേശം ആവശ്യമില്ല, ഞാൻ ഫോളോ ചെയ്യുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളെയാണ്. ബാക്കിയുള്ളവരെന്ത് വിചാരിക്കുന്നു, ബാക്കിയുള്ളവരുടെ കൺസേൺ എന്താണ്, ഞാൻ നോക്കേണ്ടതേ ഇല്ല. അവരെയെല്ലാം ഞാൻ നെഗ്ലക്റ്റ് ചെയ്യുന്നു, അവരെയൊക്കെ ഞാൻ മാർജിനലൈസ് ചെയ്യുന്നു, അവരെയൊക്കെ ഞാൻ പാർശ്വവൽക്കരിച്ച് മാറ്റി നിർത്തുന്നു. ഞാൻ എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മൈ ലൈഫ് മൈ ചോയ്സ്. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ തിരഞ്ഞെടുക്കാനുള്ള അവകാശങ്ങളാണ്. എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടമാണ്. മൈ ലൈഫ് മൈ റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ എന്തോ സംഭവമായിട്ട് സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് ഭയങ്കര സംഭവമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും, ഇല്ലേ? സത്യമല്ലേ? എന്നാൽ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇൻസ്റ്റഗ്രാമുകളിലെ പോസ്റ്റുകളാണെങ്കിലും മറ്റു സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കാണുന്ന, നമ്മൾ അറിയാതെ ലൈക്ക് ചെയ്യുന്ന, നമ്മുടെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിലേക്ക് ഇഷ്ടം തോന്നി കയറിക്കൂടുന്ന ഇത്തരം പോസ്റ്റുകളൊക്കെ 3 കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത്തരം ഏത് പോസ്റ്റുകളിൽ നിങ്ങൾ എടുത്തോളൂ, 3 കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടിയിട്ടുണ്ടാകും. ആ 3 കാര്യങ്ങൾ എന്താണ് എന്ന് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. ഒന്നാമത്തെ നോക്കൂ നിങ്ങൾ, ഫ്രീഡം. നമ്മൾ വാചാലമാകുന്നത്, ഭയങ്കരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഫ്രീഡത്തെ പറ്റിയാണ്. എന്താണ്, ഞങ്ങൾ സ്ത്രീകൾക്ക് ഇവിടെ ഒരു ഫ്രീഡവുമില്ലേ? ഞങ്ങളിവിടെ ഞങ്ങൾക്ക് എന്താണ് ഒരു ഫ്രീഡവും ഇല്ലേ? ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ഫ്രീഡം ഇല്ലേ? ഞങ്ങൾക്ക് പർദ്ദ തന്നെ ധരിക്കണം എന്ന് ആരാണ് ഞങ്ങളിങ്ങനെ കമ്പൾസ് ചെയ്യുന്നത്? ഇഷ്ടമുള്ളത് ധരിക്കാനുള്ള ഫ്രീഡം ഞങ്ങൾക്കില്ലേ? ഞങ്ങൾ ആരും നിയന്ത്രിക്കേണ്ടതില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഫ്രീഡങ്ങളെ ഫോളോ ചെയ്യും. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ ഫോളോ ചെയ്യും. അങ്ങനെ ഫ്രീഡത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ഭയങ്കരമായി സംസാരിച്ചു കൊണ്ടിരിക്കും. മറ്റൊന്നാണെന്ത്? അവകാശം, ദ റൈറ്റ്. അവകാശത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ഇതെൻ്റെ റൈറ്റാണ്, നിങ്ങളാരും അതിൽ ഇടപെടണ്ട, ഇതെനിക്കുള്ള അവകാശമാണ്. ആ അവകാശം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കും. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രീഡത്തെക്കുറിച്ച് സംസാരിക്കും, നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് പറയും, നമ്മുടെ റൈറ്റുകളെക്കുറിച്ച് പറയും. അതേപോലെ തന്നെ വേറൊന്നെന്താ പറയുക, ഇക്വാലിറ്റിയെക്കുറിച്ച് പറയും, സമത്വം. എന്താണ്, ആണും പെണ്ണും ഒരേപോലെ ആയാൽ എന്താണ് കുഴപ്പം? ഇക്വാലിറ്റിക്ക് എന്താണ് പ്രശ്നം? ആരാ പറഞ്ഞത് ഇക്വാലിറ്റി എന്ന് പറയുന്നത് പോസിബിൾ അല്ല എന്ന്, സാധ്യമല്ല എന്ന്? അബ്സല്യൂട്ട് ഇക്വാലിറ്റി എന്നത്, സമ്പൂർണമായ സമത്വം എന്ന് പറയുന്നത് പോസിബിളാണ്. ആരാണ് അതിനൊക്കെ എതിർക്കുന്ന ആളുകളൊക്കെ 6ാം നൂറ്റാണ്ടിൽ നിന്ന് 6th സെഞ്ച്വറിയിൽ നിന്ന് ബസ് കിട്ടാത്ത ആളുകളാണ്. ഞങ്ങൾ നിൽക്കുന്നത് 21st സെഞ്ച്വറിയിലാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടാനുസരണം ജീവിക്കും. ഇങ്ങനെ ഫ്രീഡം, റൈറ്റ്, ഇക്വാലിറ്റി, ഇത് 3ആണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമുകളിലൂടെ, സ്നാപ്പിലൂടെ, അതേപോലെ തന്നെ മറ്റു സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന 3 ടേംസുകൾ, 3 പ്രയോഗങ്ങൾ. ഇനി ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇനി ഞാൻ പറയുന്ന ഓരോ പോയിൻറ്സും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. എന്തിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഓക്കെ, മതം, വേദഗ്രന്ഥം, പരലോകം, ഇതൊക്കെ അവിടെ നിങ്ങൾ വെക്ക്. ഇതൊക്കെ വേണം നമുക്ക്. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാ കാര്യത്തിലും നമുക്ക് കൃത്യമായൊരു ബൗണ്ടറി ഉള്ളത്, കൃത്യമായൊരു ലൈഫിനൊരു സ്റ്റൈലുള്ളത്. ഇനി ഇതൊന്നും ഉൾക്കൊള്ളാത്ത ആളുകൾക്ക് എന്തുമാകാം. പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഇത്തരം ആളുകൾക്ക് എന്തുമാകാം എന്ന ചിന്തയുണ്ടെങ്കിൽ അതിനുള്ള ഫ്രീഡം ഇവിടെ ഇല്ല. ഈ ഭൗതിക ലോകത്ത് പോലും പല കാര്യങ്ങൾക്കും ഫ്രീഡം ഇല്ല. നിങ്ങൾക്കതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കാണാം. നിങ്ങൾ ആ 1ാമത്തെ ക്ലിപ്പിലേക്ക് തന്നെ തിരിച്ചു പോവുക. ആ ഫ്രീഡം എന്ന് പറയുന്ന ക്ലിപ്പിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോകും. ഇപ്പം നിങ്ങളിതിൽ കാണുന്നത് എന്താണ്? 3 പയ്യന്മാർ, 3 സ്റ്റുഡൻസ്, ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ല. ഏതോ ഒരു ബൈക്കിൽ അങ്ങനെ സൈഡ് ഗ്ലാസ് ഒന്നുമില്ല. ഒരു ബൈക്കിൽ 3 പേര്, ഇല്ലീഗലാണ്, നിയമവിരുദ്ധമാണ്. 3 ആള് ട്രിപ്പിൾ അടിച്ച് അങ്ങനെ പോവാണ് അല്ലേ? പിന്നെ കാണുന്നൊരു ഫോട്ടോ എന്താ? ഒരാൾ ഫോൺ ചെയ്തുകൊണ്ട് ബൈക്ക് ഓടിക്കുകയാണ്, ഫോൺ ചെയ്തുകൊണ്ട് മൊബൈൽ യൂസ് ചെയ്തിട്ട് ബൈക്ക് ഓടിക്കുകയാണ്. അപ്പോൾ പോലീസ് കൈ കാണിച്ചു എന്ന് വിചാരിക്കുക, നിർത്ത്, ഇതെന്താ 3 ആളെ വെച്ചിട്ട് പോണ്?
അപ്പോൾ അവൻ പറയാണ്, ഇതെൻ്റെ ബൈക്കാണ്, ഞാൻ എൻ്റെ സ്വന്തം ക്യാഷ് ചിലവാക്കി വാങ്ങിച്ച ബൈക്കാണ്, ഇതിൽ 3 ആളെ കൊണ്ടുപോകാനുള്ള ഫ്രീഡം എനിക്കുണ്ട് എന്ന് പോലീസ് മാമനോട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതെൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതിനുള്ള 3 ആളുകളെ വെച്ച് പോകാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട് നൽകുന്നില്ല. എന്തുകൊണ്ട്? അതിൻ്റെ അപകടം, അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്, അതിൻ്റെ അനന്തരഫലം എന്താണ്, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തായിരിക്കും എന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഒരു ബൈക്കിൽ 3 പേരെ 2-ൽ കൂടുതൽ ആളുകളെ ഉപയോഗിച്ച് പോയാൽ, ഹെൽമറ്റ് ഇല്ലാതെ പോയാൽ, അശ്രദ്ധമായി മൊബൈൽ യൂസ് ചെയ്തു പോയാൽ അപകടമുണ്ടാകും എന്നറിയുന്നത് കൊണ്ടാണ്. അപ്പം മനുഷ്യന് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഇനി നിങ്ങൾ എവിടെയും പോയി പറയരുത്. ഞങ്ങൾ മനുഷ്യർക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. ആരാണ് ഇവിടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത്? ആരാണ് ഇവിടെ സ്വാതന്ത്ര്യങ്ങൾക്കെല്ലാം ബ്രേക്ക് വരുത്തുന്നത്? സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നത് ആരാണ്? ഞങ്ങളുടെ ഫ്രീഡത്തെ നിങ്ങൾ അനുവദിച്ചു തരുമെന്നൊന്നും ഇനി എവിടെയും പോയി പറയണ്ട. എല്ലാത്തിനും നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് മനസ്സിലായി. രണ്ടാമത്തേതാണ് ദ റൈറ്റ്, അവകാശം. എനിക്ക് എൻ്റേതായിട്ടുള്ള അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുമോ? നിങ്ങൾ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് ഇതാരാന്ന് മനസ്സിലായോ? ആരാ? നിങ്ങൾക്ക് മനസ്സിലായില്ല അതാരാന്ന്? ആരാണ്? അരിജിത് സിംഗ്. രൺവീർ സിംഗ് ആണ്. ആരാണ്? രൺവീർ സിംഗ് ആണ്. ഒരു ഹിന്ദി ഫിലിം ആക്ടറാണ്, അല്ലേ? അറിയപ്പെടുന്ന ഒരു ഹിന്ദി ഫിലിം ആക്ടറാണ് രൺവീർ സിംഗ് ആണിത്. ഇതെന്താണെന്നറിയോ? ഇതെന്താ സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? അദ്ദേഹം ന്യൂഡായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു. ന്യൂഡായി നിൽക്കുന്നൊരു ഫോട്ടോ, പക്ഷേ എല്ലാ ഭാഗങ്ങളൊന്നും കാണുന്നൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ഇങ്ങനൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹം ഷെയർ ചെയ്തു. അദ്ദേഹത്തിനെതിരെ FIR ഇട്ട് കേസെടുത്തു. അപ്പോൾ രൺവീർ സിംഗ് പോലീസിൻ്റെ അടുത്ത് വന്നിട്ട്, കോടതിയിൽ വന്നിട്ട് പറയാണ്, ഇതെൻ്റെ ശരീരമാണ്, അത് ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ള രൂപത്തിൽ കാണിക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? എന്തുകൊണ്ടാണ് പിന്നെ രൺവീറിനെതിരെ കേസെടുത്ത്? തോന്നിയതുപോലെ തൻ്റെ ശരീരം സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലില്ല, അവകാശമില്ല. അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് അറിയുന്നതുകൊണ്ട്, അതുണ്ടാക്കുന്ന കോൺസിക്വൻസസിൻ്റെ അപകടം മനസ്സിലാക്കുന്നത് കൊണ്ട് നിയമപാലകരായ ആളുകൾ, കോടതി അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. മനസ്സിലായോ? അപ്പോൾ ഇനി നമ്മൾ എല്ലായിടത്തും പോയിട്ട് എൻ്റെ ശരീരം എന്ന് പറയുന്നത് എൻ്റെ അവകാശമാണ്, അത് ഞാൻ ഇഷ്ടമുള്ള രൂപത്തിൽ ആളുകളുടെ മുന്നിൽ കാണിക്കും എന്നൊന്നും പറയുന്നതൊക്കെ വെറും വിഡ്ഢിത്താണ്. അതൊന്നും ഇനി എവിടെയും പോയി പറയണ്ട. അതിനൊന്നുള്ള സ്വാതന്ത്ര്യം, എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യവും എല്ലാത്തിനുള്ള അവകാശവും ഒന്നും നമ്മുടെ നാട് പോലും നമുക്ക് വകവെച്ച് നൽകുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന പോലും നമുക്കങ്ങനെ നൽകുന്നില്ല. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് സമത്വം എന്ന് പറയുന്നത്. സമത്വം, ഇക്വാലിറ്റി. എല്ലാവർക്കും സമത്വമുണ്ട്, ആണും പെണ്ണും, ജെൻഡർ അത് ഈക്വലാണ് എന്ന് നമ്മളിങ്ങനെ വലിയ വായിൽ സംസാരിക്കും. ആണിനും പെണ്ണിനും എന്തിനാണ് ഡിസ്ക്രിമിനേഷൻ? എന്തിനാണ് വിവേചനം? ആണും പെണ്ണും ഈക്വലാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്യരുത്. അവരെ ഹി എന്ന് പറയരുത്, ഷീ എന്ന് പറയരുത്, ദേ എന്ന് പറയണം. ആണ് എന്ന് പ്രയോഗിക്കരുത്, അവൻ എന്ന് പറയരുത്, അവൾ എന്ന് പറയരുത്, അവർ എന്ന് പറയുക. ആണും പെണ്ണും ഒരുപോലെയാണ്. അപ്പോൾ എല്ലായിടത്തും എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഇക്വാലിറ്റി ഉണ്ടാകണം. അതിനുവേണ്ടി സ്ത്രീകളെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും വലിയ വലിയ പ്രസംഗം നടത്താനൊക്കെ ആളുകളുണ്ടാവും. എല്ലാത്തിനും ഇക്വാലിറ്റി ഉണ്ടോ? നിങ്ങൾ ബസ് കയറി നോക്കുക. എന്നിട്ട് ബസ് കയറിയിട്ട് അവിടെ സ്ത്രീകൾ അല്ലെങ്കിൽ ലേഡീസ്, ഗർഭിണിയായ അമ്മയും കുഞ്ഞും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ അവിടെ പോയിട്ട് നേരെ ഇങ്ങനെ കാൽമക്കാലൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്ന് നോക്ക് ബസ്സിൽ. അപ്പോൾ സ്ത്രീകൾ വന്നിട്ട് പറയും, എണീക്ക് ഇത് ഞങ്ങളെ സീറ്റാണെന്ന് പറയും. അപ്പോൾ നിങ്ങളിങ്ങനെ വാചാലമായിട്ട് പറയാണ്, എന്താണ് ഉമ്മ, എന്താണ് താത്ത, ഇത് ഇക്വാലിറ്റിയുടെ കാലമാണ്. ഇക്വാലിറ്റിയുടെ കാലമാകുമ്പോൾ നിങ്ങൾ ഞങ്ങൾ എന്നൊന്നുമില്ല, നിങ്ങളിവിടെ വന്നിരുന്നോളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടിമുഖത്ത് വീഴും, അല്ലേ? എണീറ്റ് പോടോ എന്ന് നമ്മളോട് പറയും. ഇത് സ്ത്രീകളുടെ സീറ്റാണ്, ഇവിടെ ഞങ്ങളിരിക്കും. അപ്പോൾ എല്ലാത്തിനും ഇക്വാലിറ്റി പറഞ്ഞിട്ടൊന്നും വലിയ സംഭവമായിട്ട് പോകാൻ നിൽക്കണ്ട. എല്ലാത്തിനും ഇക്വാലിറ്റി ഇല്ല. ഇതൊക്കെ പറയുമ്പോൾ രസമാണ്. ഈ റൈറ്റ്,
ഫ്രീഡം, ഇക്വാലിറ്റി, ഇതൊക്കെ പറയാൻ ഭയങ്കര രസമായിരിക്കും. ഫിലോസഫി സംസാരിക്കാൻ വലിയ രസമാണെന്ന് പറഞ്ഞില്ലേ, ചിലപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന പോസ്റ്റുകളൊക്കെ ഈ പറയുന്ന 3 കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടുന്നുണ്ട്. എല്ലാം നമ്മൾ വിചാരിച്ച പോലെയല്ല, എല്ലാത്തിനും നമുക്ക് അവകാശമില്ല, എല്ലാത്തിനും നമുക്ക് സ്വാതന്ത്ര്യമില്ല, എല്ലാ മേഖലകളിലും നമുക്ക് സമത്വമില്ല. അവിടെ ചില മാറ്റി നിർത്തലുകളും ചില അതിർവരമ്പുകളൊക്കെ അനിവാര്യമായി വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. സമത്വത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ റീൽസുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ റിയൽ ലൈഫിനെ പോലും നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന റീൽസുകളാണ്. അതുകൊണ്ട് നമ്മൾ പോലും അറിയാതെ റീൽസുകൾ എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്, അറിയാലോ, പറയണ്ടല്ലോ, എന്താണിത്? തല്ലുമാല എന്ന് പറയുന്ന മലയാളത്തിൽ കുറച്ച് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമ. ഈ സിനിമയുടെ പേരിലുണ്ടായ പൊല്ലാപ്പുകൾ, പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോഴേക്ക് കുട്ടികൾ മുഴുവൻ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും +2 പഠിക്കുന്ന ചെക്കന്മാരും പെൺകുട്ടികളൊക്കെ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് അടി ഉണ്ടാക്കുക. ഇപ്പോൾ എൻ്റെ നാട് തിരൂരങ്ങാടി എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ള സ്ഥലമാണ്. ആ ഒരു പ്രദേശത്ത് ഇഷ്ടം പോലെ ഗവൺമെൻറ് സ്കൂളുകളും കോളേജുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കുട്ടികൾ, പല സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ബസ് കയറാൻ നിൽക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഒരു കഥയാണ്. വൈകുന്നേരം ആയാൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂൾ ബാറുകൾ നിറഞ്ഞിട്ടും അതേപോലെ തന്നെ കോഫി ഷോപ്പുകൾ നിറഞ്ഞിട്ടും കുറേ ഭാഗത്ത് കുട്ടികൾ ബസ് കയറാൻ നിന്നിട്ട് അവിടെ അടി ഉണ്ടാക്കിയിട്ടും ബസ്സിന് കല്ലെറിഞ്ഞിട്ടും. നിങ്ങൾക്കറിയോ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു സ്കൂളാണ്, ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്, ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളാണ് വീടിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ആ സ്കൂളിൽ എന്നും അടിയാണ്. ഇപ്പോൾ കുറച്ചായിട്ട് എന്നും തല്ലാണ്, എന്നും വൈകുന്നേരം പ്രശ്നം. തൊട്ടപ്പുറത്തുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിലെ പയ്യന്മാരും ഈ സ്കൂളിലെ പയ്യന്മാരും നിന്നിട്ട് എന്നും വൈകുന്നേരം അടി. പ്രശ്നം എന്താണ്? ചെറിയ എന്തെങ്കിലും ചീള് കേസുകളായിരിക്കും. എന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോട്ടോൻ്റെ താഴെ വന്ന് മോശം കമൻ്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും. ചെറിയ വിഷയങ്ങൾ അടിയൊക്കെ കണ്ടാന്ന് വിചാരിക്കും വലിയ എന്തോ കുടുംബ പ്രശ്നം തീർക്കുകയാണെന്ന്. എന്നിട്ട് ഇത് വെറുതെ. എന്നിട്ട് അവിടുന്ന് കുറേ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് പുറത്താക്കി. അതിലൊരു പയ്യനെ എനിക്കറിയായിരുന്നു. ഓന് ചെയ്ത പണി എന്താണെന്ന് പറയുക? അവൻ ചെയ്ത പണി, അവൻ്റെ ഫോണ് വേറൊരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്, നല്ലൊരു ഫോണ്. എന്നിട്ട് അവനോട് പറയാണ്, ഞാൻ ഇന്ന് വൈകുന്നേരം സ്കൂൾ വിടുമ്പോൾ ആ പയ്യന്മാരുമായിട്ട് വരുമ്പോൾ തല്ലുകൂടും, അടിക്കും. അവസരം കിട്ടിയാൽ ഞാൻ ചാടിയിട്ട് ഫ്ലൈങ് കിക്ക് എടുക്കും, ചാടിയിട്ട് ചവിട്ടും. ആ ചവിട്ട് അവൻ്റെ റിബ്സിനെ കണക്കിലെ കൊള്ളണത്. ചാടിയിട്ട് ഫ്ലൈങ് കിക്ക് എടുക്കും. അപ്പം നീ ഇതിങ്ങനെ മാറി നിന്നിട്ട് വീഡിയോ എടുക്കണം. സീരിയസ്ലി ഇതവിടെ ഉണ്ടായതാണ്. സത്യമായിട്ട് ഞാൻ പറയുന്നത് സത്യമാണ്. ഇതൊരു സ്കൂളിലത്തെ ഒരു പയ്യൻ വേറെ ഒരുത്തന് മൊബൈൽ ഏൽപ്പിച്ചിട്ട് പറയണം അവൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ, ഞാനും മറ്റവനെ ചാടി ചവിട്ടും. എന്നിട്ട് ആ ചാടിയിട്ട് ചവിട്ടുന്നത്, കിക്ക് ചെയ്യുന്നത് നീ ഒരു വീഡിയോ എടുത്തിടണം. എന്നിട്ട് ഇവന് സ്റ്റോറി ആക്കണം, ഇവന് പോസ്റ്റ് ആക്കിയിട്ടിടണം ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എവിടുന്ന് വന്നതാ? ഇങ്ങനെ കുറേ സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ ഫുള്ള് തല്ലാണ്. അപ്പോൾ അതേപോലെ നമ്മളൊന്ന് തല്ലിയില്ല എന്നുണ്ടെങ്കിൽ, കുറച്ച് അടിയും പിടിയൊക്കെ ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു രസമില്ല. കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചിങ്ങനെ തല്ലണം. എന്നിട്ട് വൈകുന്നേരം വരുമ്പോൾ ഷർട്ടിൻ്റെ പോക്കറ്റൊക്കെ കീറിയിട്ടുണ്ടാവണം, മുഖത്തൊക്കെ 4 അടി കുടുങ്ങിയ പാടുണ്ടാവണം. അപ്പോൾ ഗേൾസൊക്കെ ചോദിക്കും, ഇതെന്ത് പറ്റി? അപ്പോൾ ഇന്നലെ ചെറിയൊരു ക്രാഷ് ഉണ്ടായി, ഒരു പ്രശ്നം ഉണ്ടായി, അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ സംഭവമാവണം. എന്നിട്ട് ഇത് പോസ്റ്റ് ഇടണം. ഇതൊക്കെയാണോ ഈ ഹീറോയിസ് എന്ന് പറയുന്നത്? ഇതൊക്കെയാണോ വലിയ സംഭവം എന്ന് പറയുന്നത്? കുറേ അടി ഉണ്ടാക്കുക, കുറേ തല്ലുണ്ടാക്കുക, ഇതൊക്കെയാണോ? നിങ്ങൾ നോക്ക്, അതിൻ്റെ ഇടയിൽ ഒരു തൊടുപുഴയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. നോക്കിക്കോട്ടെ, കണ്ടല്ലോ? ആ സാധുവിൻ്റെ മൊബൈൽ ഷോപ്പത്തെ ഒരു ഷെൽഫാണ് ആ നീങ്ങിപ്പോണത്. എത്ര പൈസ ഇതിൽ നഷ്ടം വന്നിട്ടുണ്ടാവുന്നവരും. കുട്ടികൾ തമ്മിൽ അടി ഉണ്ടാക്കുക. അത് എവിടുന്നാണ്, എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്ന ഒന്നും പ്രശ്നമല്ല. ഇതെവിടുന്നാണ്, ഇതെങ്ങനെയാണ് അവരെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സിനിമ തന്നെ. തല്ലുമാല കണ്ടതാണ് പോലും. തല്ലുമാല കണ്ടപ്പോൾ അവർക്ക് തോന്നുകയാണ് സ്കൂൾ ലൈഫിൽ, കോളേജ് ലൈഫിലൊക്കെ കുറച്ച് അടി ഉണ്ടാക്കിയെങ്കിലേ രസമുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ഈ റീൽസുകൾ അല്ലെങ്കിൽ സിനിമകൾ നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയാം. ഇപ്പോൾ ചില സിനിമകൾ ഇറങ്ങുകയാണ്, എന്നിട്ട് അതിൽ പ്രേമത്തെക്കുറിച്ച് പറയാണ്. എന്നിട്ട് നീ എൻ്റെ മനസ്സിലുദിക്കുന്ന ഫിത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഏറ്റവും പവിത്രമായ വാക്കുകൾ, ഫിത്രത്ത്, ഹിജ്റ, അതേപോലെ തന്നെ സിദ്റ,
സിദ്റത്തുൽ മുൻതഹ. ഈ ഒരു പ്രയോഗം ഹിജ്റ, ഒരു മനുഷ്യൻ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ജീവിതത്തെ മാറ്റുന്നതിനും അതേപോലെ തന്നെ തിന്മ ഒഴിവാക്കി നന്മയിലേക്ക് പലായനം ചെയ്യുന്നതിനൊക്കെ അതൊക്കെ ഏറ്റവും വലിയ ഹിജ്റയായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പോകേണ്ടി വരുന്ന അവസ്ഥ, ഇങ്ങനെ പവിത്രമായ പ്രയോഗങ്ങളെ സിദ്റ, ഹിജ്റ, മനുഷ്യൻ്റെ ശുദ്ധപ്രകൃതിയെ, ഫിത്രത്ത്, ഇതിനൊക്കെ പ്രേമവുമായി കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് ഭയങ്കര സംഭവമായിട്ട് പറയാം. എന്നിട്ട് നമ്മളതിങ്ങനെ സിദ്റ, ഫിദ്റ, സിത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടുക. നമ്മൾ പോലും അറിയാതെ ഇത് എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളൊന്ന് നോക്കുക, ഇപ്പോൾ ഈ ഒരു പ്രയോഗം നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ളൊരു പ്രയോഗമാണല്ലോ, ധാരാളമായി കേട്ടിട്ടുള്ളൊരു പ്രയോഗമാണ് അല്ലേ? ജെൻഡർ പൊളിറ്റിക്സ്, ലിംഗരാഷ്ട്രീയം എന്ന് പറയുന്നത്, ആണും പെണ്ണും എന്ന് പറയുന്നത് ഒരുപോലെയാണ്. എന്താണ് ഞങ്ങൾക്ക് ജീൻസ് പാൻറ്റും ഷർട്ടും ധരിച്ചാൽ ഇത്ര പ്രശ്നം? ആകാശം ഇടിഞ്ഞു വീഴുമോ? പർവ്വതങ്ങളൊക്കെ പൊളിഞ്ഞു പോകുമോ? ഭൂമി വിണ്ടുകീറുമോ? എന്താണ് ഞങ്ങൾ സ്ത്രീകൾ പാൻറ്റും ഷർട്ടും ധരിച്ചാൽ എന്താണ് ഇത്ര കുഴപ്പം? ആർക്കാണ് ഇത്ര ചൊറിച്ചിൽ എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് ഈ പൊളിറ്റിക്സ്, ഈ പറയുന്ന ജെൻഡർ പൊളിറ്റിക്സ് നമ്മളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നറിയാം. ഇപ്പം നിങ്ങളൊക്കെ ഇനി +2 ലെവലിലും കോളേജ് ലെവലിൽ എത്തുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് മൈക്കും പിടിച്ചിട്ട് കുറേ ആളുകൾ ഇങ്ങനെ വരും. എന്നിട്ട് ചോദിക്കും, ജെൻഡർ പൊളിറ്റിക്സിനെ പറ്റി ചോദിക്കും, ലിംഗരാഷ്ട്രീയത്തെ പറ്റിയും ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റിയും ചോദിക്കും. അപ്പം നിങ്ങളിങ്ങനെ നിങ്ങൾ LGBTQ പൊളിറ്റിക്സിനെ പറ്റി പറയും, നിങ്ങൾ ലെസ്ബിയനിസത്തെക്കുറിച്ചും ഗേ സെക്സിനെ കുറിച്ചൊക്കെ പറയും. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ? എന്തിനാണ് അതിനൊക്കെ എതിർക്കുന്നത് എന്ന് നിങ്ങൾ പോലും അറിയാതെ പറഞ്ഞു പോകും. അവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില കണിശമായ നിലപാടുകൾ ആവശ്യമാണ്. ആ നിലപാടുകളില്ലെങ്കിൽ നമ്മളും ഇതേപോലെ കൂടികളായി പോകുമെന്ന് തിരിച്ചറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരാൾ വന്നിട്ട് പറയാണ് ഞാൻ നാളെ മുതൽ ഒരു പെണ്ണാണെന്ന് പറഞ്ഞാൽ അയാളെ പെണ്ണായിട്ട് ഏറ്റെടുക്കണം എന്നാണ്. ഇപ്പം ഞാനിവിടെ നിൽക്കുകയാണ്, സജ്ജാദ് ബിൻ അബ്ദുൾ റസാഖ് എന്ന ഞാനൊരു പെണ്ണാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുമെന്ന് നിങ്ങൾ പറയണേ? എടാ വിശ്വസിക്കും നിങ്ങൾ? ഞാനൊരു പെണ്ണാണോ? അല്ല, ഞാനൊരു ആണാണ്. ഞാനൊരു ആണാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ ഇരിക്കുന്നത് പെണ്ണുങ്ങളാണ്. അത് കൃത്യമായി നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. ബയോളജിക്കൽ സെക്സ് എന്താണെന്നുള്ളതും അത് ജീവശാസ്ത്രപരമായ ലിംഗവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഒരു മനുഷ്യൻ നാളെ വന്നിട്ട് പറയണേ ഞാനൊരു പെണ്ണാണെന്ന് പറഞ്ഞാൽ, അയാൾ ഒരു പുരുഷൻ വന്നിട്ട് ഞാനൊരു പെണ്ണാണെന്ന് പറഞ്ഞാൽ അയാൾ അതായിട്ട് അംഗീകരിക്കണം എന്നാണ് പറയണത്. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? സ്വിമ്മർ വില്യം തോമസ് എന്ന് പറയുന്ന ഒരു വലിയ ഒളിമ്പിക്സിൽ മെഡൽ നേടിയെടുത്ത ഒരു വലിയ അറിയപ്പെടുന്ന ഒരു നീന്തൽകാരനാണ്. അദ്ദേഹത്തിൻ്റെ റാങ്കുകളാണ് അവിടെ കൊടുക്കുന്നത്. വില്യം തോമസ് 2018, 2018 ആൻഡ് 2019 പുരുഷന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹം നീന്തിയപ്പോൾ സ്വിം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയതാണ് 65th ആൻഡ് ഇൻ 500 ഫ്രീ സ്റ്റൈൽ. അതേപോലെ തന്നെ 200 ഫ്രീ സ്റ്റൈൽ, അതിൽ അദ്ദേഹത്തിന് കിട്ടിയ റാങ്കാണ് അവിടെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ 32 അതിൽ 1650 ഫ്രീ സ്റ്റൈൽ. ഇങ്ങനെ അദ്ദേഹം പങ്കെടുത്തതും മത്സരവും അതിൽ അദ്ദേഹത്തിന് കിട്ടിയ റാങ്കുകളാണ് അവിടെ കൊടുത്തത്. അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാണ് നാളെ മുതൽ ഞാനൊരു പെണ്ണാണ്. എന്നിട്ട് അദ്ദേഹം കുറച്ച് മുടിയൊക്കെ നീട്ടിയിട്ട് വില്യം തോമസ് നേരെ ലിയ തോമസായി മാറി. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് സ്വയം പരിചയപ്പെടുത്തുകയാണ് ഞാനിനി ഒരു പെണ്ണാണ്. പുതിയ കാലഘട്ടം അദ്ദേഹത്തെ അംഗീകരിക്കണം എന്നാണ്. അദ്ദേഹം ഓക്കെ നിങ്ങളൊരു പെണ്ണാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇനി പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ സ്വിം ചെയ്യാം, നീന്താം. അങ്ങനെ അദ്ദേഹം 2022 വുമൻസ് റാങ്കിങ്ങിൽ 500 ആളുകൾ പങ്കെടുത്തതിൽ ഫസ്റ്റ് റാങ്ക് നേടി. സ്വാഭാവികമായിട്ടും കായികമായി സ്ത്രീയും പുരുഷനും ഒരുപാട് മാറ്റല്ലേ? ഇല്ലേ? ഫിസിക്കലി തന്നെ ഒരുപാട് മാറ്റല്ലേ? ഇവിടെ ആർക്കാണ് നാശമുണ്ടായത്, നഷ്ടമുണ്ടായത്? പറയും, ആണിനാണോ പെണ്ണിനാണോ? പെണ്ണിനാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോളേജ്, ആ കോളേജിൽ, ഞാൻ ആ കോളേജിൻ്റെ പേരൊന്നും പറയുന്നില്ല, ആ കോളേജിൽ ഇപ്പോൾ ഒരു പുതിയ കുറച്ച് കാലമായിട്ട് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് സംവിധാനം കൊണ്ടുവന്നു. ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ്, ആണിനും പെണ്ണിനും ഒരേ ടോയ്ലറ്റ്, ആണിനും പെണ്ണിനും യൂണിസെക്സ് ടോയ്ലറ്റ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരൊറ്റ ടോയ്ലറ്റ് പോയാൽ മതി. എന്തിനാണ് ജെൻഡർ ഇങ്ങനെ വേർതിരിക്കുന്നത്? ഒറ്റ ടോയ്ലറ്റ് മതി. ഇതിനെ ചില ആളുകൾ എതിർത്തപ്പോൾ അവരൊക്കെ പ്രാകൃത ബാർബേറിയൻസായി, നിങ്ങൾക്കൊന്നും ബുദ്ധിയും വിവരവും ഇല്ലാത്തവർ, പുരോഗമനമായി ചിന്തിക്കാത്തവർ, നിങ്ങൾക്കൊന്നും വെളിച്ചം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ പാർഷ്യലൈസ് ചെയ്തു, മാറ്റി നിർത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പെൺകുട്ടി പോകുന്ന ബാത്റൂമിലേക്ക് ഒരു ആൺകുട്ടി ആ ടോയ്ലറ്റിലേക്ക് വന്നാലുണ്ടാകുന്ന അപകടം ആൺകുട്ടിക്കാണോ പെൺകുട്ടിക്കാണോ? നിങ്ങൾ പറയും.
ഇവിടെ ആദ്യം ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നു, കുറച്ച് കഴിയുമ്പോൾ ജെൻഡർ ന്യൂട്രൽ ഹെയർ സ്റ്റൈൽ കൊണ്ടുവരും, കുറച്ചും കൂടി കഴിയുമ്പോൾ ജെൻഡർ ന്യൂട്രലായിട്ടുള്ള ഹോസ്റ്റൽ കൊണ്ടുവരും, ഇപ്പോൾ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകൾ വരുന്നു, ആണും പെണ്ണും ഒരേപോലത്തെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് ചോദ്യം ചെയ്തപ്പോൾ ആ കോളേജിൽ നിന്നുള്ള ഒരു കുട്ടി, ഭയങ്കര പുരോഗമനമാണ് പോലും, ആ കുട്ടി പറയാണ്, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ വേറെ വേറെ ടോയ്ലറ്റാണോ? ഏതെങ്കിലും ഒരു ബാത്റൂമിൽ ഉമ്മ പോകുന്ന ബാത്റൂമിൽ ഉപ്പ പാളി നോക്കാറുണ്ടോ? പെങ്ങൾ പോകുന്ന ബാത്റൂമിൽ ആങ്ങളെ പാളി നോക്കാറുണ്ടോ? ബ്രദർ പാളി നോക്കോ? ഇല്ല. പക്ഷേ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടി പോകുന്ന ബാത്റൂമിലേക്ക് ഒരു ആൺകുട്ടി കയറി ചെന്നാൽ അവിടെ ഒരു തിന്മ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണോ? അല്ലേ? പറയും. ഇതിലാർക്കാണ് നഷ്ടമുണ്ടാകുന്നത്? ഇതിലാർക്കാണ് പ്രയാസം ഉണ്ടാകുന്നത്? പെണ്ണിനാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ വലിയ വാചാലമായിട്ട് ജെൻഡർ ന്യൂട്രാലിറ്റിയെ പറ്റിയും ഒരു അബ്സല്യൂട്ട് ഇക്വാലിറ്റി വേണമെന്നൊന്നും പറയരുത്. ഇക്വാലിറ്റി അല്ല നമുക്ക് വേണ്ടത്, ഇക്വിറ്റിയാണ് വേണ്ടത്. ലിംഗനീതിയല്ല, ലിംഗസമത്വമല്ല, ലിംഗനീതിയാണ് വേണ്ടത്. ഓക്കെ, ഈ ഒരു കാര്യമാണ് നമുക്കിടയിൽ നിന്നുണ്ടാകേണ്ടത്. നമ്മുടെ ടീനേജേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ എൻ്റെ ആദ്യത്തെ സംസാരത്തിൽ അതിലെ ചില പ്രശ്നങ്ങൾ പറഞ്ഞു പോയിരുന്നു. ഞാൻ എന്താണെങ്കിലും ഇവിടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് എഴുതിയിട്ട് തരണം. ഇവിടെ പാനൽ ഡിസ്കഷൻ്റെ സമയത്ത് തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് എഴുതിയിട്ട് ഇവിടെ സമർപ്പിക്കാം. ഞാൻ പറയുന്നത്, നമ്മൾ ഈ റീൽസിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ സ്നാപ്ചാറ്റോ ഇത്തരം അക്കൗണ്ടുകളൊന്നും നമുക്ക് വേണ്ടാന്നല്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടി വരും, ചിലപ്പോൾ നമ്മളതൊക്കെ അത് ഉപയോഗിക്കും. പക്ഷേ ആ ഉപയോഗം, ഈ അക്കൗണ്ടുകളെല്ലാം പരമാവധി നന്മയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചുകൂടാ? പരമാവധി എന്തുകൊണ്ട് നമുക്ക് നന്മകൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടാ? ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാൻ്റെ അടുത്ത് നിന്ന് എത്ര പ്രതിഫലം നമുക്ക് വാരിയെടുക്കാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ കൂലിക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടാ? അങ്ങനെ നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല, നമ്മൾ പലപ്പോഴും ഇന്ന് റീൽസുകളുടെ പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ റീൽസ് അല്ലാത്ത ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം, റിയലായൊരു കാര്യത്തെക്കുറിച്ച് പറയാം. ഈ കഴിഞ്ഞ ജനുവരി 1-ാം തീയതി, അതായത് കഴിഞ്ഞ ഡിസംബർ 31-ന്, ജനുവരി 1 എന്ന് പറയുന്ന ദിവസം ആരംഭിച്ചപ്പോൾ ഡിസംബർ 31 12 മണിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരുപാട് പടക്കവും പൂത്തിരികളൊക്കെ കത്തിച്ചിട്ട് ആളുകൾ ആഘോഷിക്കുകയായിരുന്നു. നമുക്ക് പൂത്തിരികൾ കാണാൻ, അതേപോലെ തന്നെ ഫയർ വർക്ക്സ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ സീഷോറുകളിലും കടപ്പുറത്തൊക്കെ പോയിട്ട്, ബീച്ച് സൈഡുകളിലൊക്കെ പോയിട്ട് അന്ന് ന്യൂ ഇയർ ആഘോഷിക്കുന്ന തിരക്കുകളിലായിരുന്നു. അതുപോലെ തന്നെ അറിയപ്പെടുന്ന കടൽ തീരങ്ങളിൽ, അറിയപ്പെടുന്ന സീ സൈഡുകളിലും സീഷോറുകളിലും ബീച്ചുകളിലും പയ്യന്മാർ ബൈക്കിൻ്റെ സൈലൻസർ ഊരി വെച്ച് പൊട്ടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ആ ദിവസം ഞാൻ വയനാട് ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. വയനാട് ചുരത്തിൻ്റെ അന്ന് രാത്രി 12:30-ക്കും 1 മണിക്കും ഏതൊക്കെയോ ആൺകുട്ടികളും പെൺകുട്ടികളും വന്നിരുന്ന് ഒരിക്കലും ഒരു സമൂഹത്തിൽ, ഒരു സദസ്സിൽ, ഒരു പബ്ലിക്കിൽ ചെയ്യാൻ പാടില്ലാത്ത വളരെ മോശമായ കാര്യങ്ങൾ ആ ചുരങ്ങളിൽ ഇരുന്നിട്ട്, വയനാട് ചുരത്തിൻ്റെ ഓരങ്ങളിൽ ഇരുന്നിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല, ഒരു ലജ്ജയില്ല, ഒരു മടിയില്ല, എന്തുമാകാമെന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ന്യൂ ഇയറിൻ്റെ തിരക്കുകളോ ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങളോ കേക്കുകൾ കട്ട് ചെയ്യലോ അതേപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പ് പോകലോ എൻജോയ് ചെയ്യലോ അടിച്ചു പൊളി കാര്യങ്ങളൊന്നുമില്ലാത്ത ഒരു സമൂഹം ലോകത്തുണ്ട്. ഈ പറയുന്ന പോലെ തീപ്പൊരികളും ഈ പറയുന്ന പോലെ പടക്കങ്ങളും പൂത്തിരികളും ഒന്നും കാണാൻ ഇഷ്ടമില്ലാത്ത, അതിൻ്റെ ഒന്നും ശബ്ദം ആഗ്രഹിക്കാത്ത ഒരു സമൂഹമുണ്ട്, ഫിലസ്തീനികൾ. ആ ഫിലസ്തീനികളുടെ മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മൾ ഈ കാണുന്ന റീൽസ് ലൈഫ് അല്ല യഥാർത്ഥ റിയൽ ലൈഫ്. റിയൽ ലൈഫ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിലസ്തീനിലേക്കും ഗസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും വെറുതെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി. ഒരു സംഭവമുണ്ടായി ഈ അടുത്ത്. ഒരു പയ്യൻ, ഒരു ചെറിയ കുട്ടി, ഇവിടെ ഇരിക്കുന്ന ചെറിയ മക്കളുടെ പ്രായമുള്ളൂ. ആ കുട്ടി എന്നും രാത്രി ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിപ്പോവും രാത്രി സമയത്ത്. അപ്പോൾ ഒരാൾ മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറ ഓണാക്കിയിട്ട് പറയാണ്, ഈ കുട്ടി കുറേ ദിവസമായിട്ട് എങ്ങോട്ടോ ഓടിപ്പോകുന്നുണ്ട്, ഇന്ന് ഞാൻ ഏതായാലും അത് അന്വേഷിക്കാൻ വേണ്ടി വിചാരിച്ചു, ഞാനൊന്ന് പോയി നോക്കുകയാണ്. അങ്ങനെ അദ്ദേഹം മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറ ഓണാക്കിയിട്ട് ആ കുട്ടിയെ ഫോളോ ചെയ്യാണ്. ആ കുട്ടിയുടെ പിന്നാലെ അങ്ങനെ പോയി. അപ്പോൾ ചെന്നപ്പോൾ ഇരുട്ടുള്ളൊരു സ്ഥലത്ത് ചെന്നെത്തിയത് ഒരു ഖബറിസ്ഥാനിലാണ്. ഖബറിസ്ഥാൻ, നമ്മുടെയൊക്കെ മയ്യത്ത് കൊണ്ടുപോയി വെക്കുന്ന ഖബറിസ്ഥാനിൽ ചെന്നപ്പോൾ ആ കൂരിരുട്ടുള്ള സമയത്ത് രാത്രിയിൽ ഇയാൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ഒരു ചെറിയ മോന് ഒരു ഖബറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയ്യും കാലും കയറ്റി വെച്ചിട്ട്, നമ്മളൊക്കെ കിടക്കുമ്പോൾ ചെറിയ മക്കൾ ഉമ്മാൻ്റെ അടുത്ത് കിടക്കുകയാണെങ്കിൽ, ഉപ്പാൻ്റെ അടുത്ത് കിടക്കുകയാണെങ്കിൽ ഇഷ്ടത്തോടു കൂടി ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ മേത്തേക്കൊക്കെ ഇങ്ങനെ കൈയെടുത്ത് വെച്ച് കിടക്കൂലേ, ഉപ്പാനെയൊക്കെ ഹഗ് ചെയ്ത് കിടക്കൂലേ,
അതേപോലെ ഒരു ഖബറിൻ്റെ മുകളിൽ ഒരു കുട്ടി ഇങ്ങനെ ഹഗ് ചെയ്ത് കിടക്കുകയാണ്, കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി. ഇയാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ എന്താണിത്? അപ്പോൾ ആ കുട്ടി പറയാണ്, ഈ ഖബറിൽ കിടക്കുന്നത് എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മാനെ കണ്ട് കൊതി തീർന്നിട്ടില്ല, അപ്പോഴേക്കും എൻ്റെ ഉമ്മ ഈ ലോകത്തുനിന്ന് പോയി. ആ ഉമ്മാനെ കൂട്ടിപ്പിടിച്ച് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കണം. ഉമ്മാൻ്റെ കൂടെ കിടന്നിട്ടുള്ള ആ ചൂട്, ഉമ്മാൻ്റെ അടുത്ത് കിടക്കുമ്പോൾ കിട്ടുന്ന ആ ചൂട്, അതെനിക്ക് കിട്ടി മതിയായിട്ടില്ല. അപ്പോഴേക്കും എൻ്റെ ഉമ്മ എൻ്റെ ലോകത്തുനിന്ന് പോയി, ഈ ദുനിയാവിൽ പോയി. അപ്പോൾ എനിക്കെന്നും ഉമ്മാൻ്റെ അടുത്ത് വന്ന് കിടക്കണം. അപ്പോൾ അയാൾ ഭയങ്കര സങ്കടത്തോടു കൂടി പറയണം, ഉമ്മാനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ആ മോൻ പറയണം, ഉമ്മാനെ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബോയ്സിനും ഗേൾസിനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ട് മിസ് യു എന്നൊക്കെ പറയുന്നില്ലേ, ഈ കുട്ടി പറയുന്ന മിസ് ചെയ്യൽ അതല്ല കേട്ടോ. എനിക്ക് എൻ്റെ ഉമ്മാനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഉമ്മാനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ മോനോട് ചോദിക്കുകയാണ്, മോനെ ഈ രാത്രി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഇവിടെ എത്ര നായകളുണ്ട് എന്നറിയോ? ഇവിടെ ഒരുപാട് ഇഴജന്തുക്കളൊക്കെ ഉണ്ടാകും. അപ്പം മോൻ ഇങ്ങോട്ട് പോരുമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറയാണ്, എനിക്ക് ഒരു പേടിയില്ല, ഞാനിവിടെ എല്ലാ ദിവസവും വന്നിട്ട് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് കിടക്കാറുണ്ട്. നേരം വെളുക്കുമ്പോൾ മോർണിംഗ് ആകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് എണീച്ച് പോകുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതാണ് റിയൽ ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഫിലസ്തീനിലെ മക്കളുടെ വീഡിയോസ് ഒന്നെടുത്ത് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊന്നുമല്ല, നമ്മൾ എന്തൊക്കെയോ കുറേ ഒച്ചപ്പാടുകളുടെ പിന്നാലെ, എന്തൊക്കെയോ കുറേ രസത്തിൻ്റെ പിന്നാലെ, എന്തൊക്കെയോ ഭയങ്കര കുറേ ഒച്ചപ്പാടുകൾ, ഫ്രണ്ട്സ്, അടിച്ചുപൊളി, ഇതിൻ്റെ പിന്നാലെ മാത്രം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതല്ല യഥാർത്ഥ ജീവിതം. ഇതിനപ്പുറത്തേക്ക് ജീവിതത്തിന് ചില അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ബോധ്യപ്പെടുന്നൊരു സമയം വരും. അതിന് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഫിലസ്തീനിലെ കുട്ടികളുടെ അവസ്ഥയൊക്കെ കാണുമ്പോൾ വെറുതെ ആ 3 ഡോട്ട്സിൻ്റെ അവിടെ ഒന്ന് ഞെക്കിയിട്ട് ഇൻട്രസ്റ്റഡ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറേ റീൽസുകൾ പിന്നെ ഇങ്ങനെ വന്നോളും. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കാണുമ്പോൾ നിങ്ങളുടെ ലൈഫിന് തന്നെ എന്തൊക്കെയോ അർത്ഥമുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല. നേരെ മറിച്ച് എനിക്കും ജീവിതത്തിൽ ചില ചേഞ്ചുകൾ ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ കൈകൾ ഓട്ടോമാറ്റിക്കലി അള്ളാഹുവിലേക്ക് ഉയരും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ തുടങ്ങും. പാപമോചനം, തൗബ, റിപ്പൻറ്റൻസ് നിങ്ങളിൽ നിന്നുണ്ടാകും. അള്ളാഹുവിനോട് ഫോർഗീവ്നെസ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദുആ നിങ്ങളിൽ നിന്ന് ഉയരും. അതോടൊപ്പം തന്നെ വന്നുപോയ തെറ്റുകളൊക്കെ നിങ്ങൾ അള്ളാഹിൻ്റെ മുമ്പിൽ ഏറ്റുപറയും. എനിക്ക് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉറങ്ങുന്നതിന് മുമ്പ് തഹജ്ജുദും കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന കുട്ടികളുണ്ടാവും. അല്ലാത്തവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് തഹജ്ജുദിന് എണീക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങൾ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു വുദു എടുത്ത് വന്നിട്ട് നിങ്ങളുടെ റൂമിൽ, സ്ലീപ്പിംഗ് റൂമിൽ വന്നിട്ട് ആരും കാണാതെ, ആരും അറിയണ്ട, നിങ്ങൾ ആ മുസല്ല വിരിച്ചിട്ട് ഒരു 2 റക്അത്ത് അവിടുന്ന് നിസ്കരിക്കുക. ആ വുദു എടുത്തിൻ്റെ സുന്നത്തായിക്കോട്ടെ, എന്നിട്ട് നിസ്കരിക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിത്ർ നിസ്കരിച്ചോ, തഹജ്ജുദിൻ്റെ സമയത്തൊക്കെ നമ്മൾ നിർവഹിക്കുന്ന പോലെ ആ വിത്ർ നിർവഹിച്ചോ. എന്നിട്ട് നിങ്ങളൊരു 10 മിനിറ്റ് അള്ളാഹിൻ്റെ മുമ്പിൽ ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുക. ദിവസവും നിങ്ങളിതൊന്ന് ചെയ്യും. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക്. എന്താണ് ഹാപ്പിനെസ്, എന്താണ് സാറ്റിസ്ഫാക്ഷൻ, ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഈ നിസ്കാരവും ഈ ദുആവും നിങ്ങൾക്ക് പറഞ്ഞുതരും. അല്ലാതെ കുറേ ഫ്രണ്ട്സിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിപ്പോവുക, കുറേ ലേറ്റായിട്ട് വീട്ടിലേക്ക് കയറി വരിക, കുറേ അടിച്ചു പൊളിക്കുക, ഉമ്മ ഇപ്പം എന്തെങ്കിലും ഉപദേശം തരുമ്പോൾ അവരെങ്ങനെ മാറ്റി നിർത്തുക, നെഗ്ലക്റ്റ് ചെയ്യുക, ഇതൊന്നുമല്ല. ഇതിനപ്പുറത്തേക്ക് ലൈഫിൽ ഭയങ്കര ഹാപ്പിനെസ് കിട്ടണോ, സന്തോഷം കിട്ടണോ, നിങ്ങൾക്ക് മനസ്സിന് ഭയങ്കര കുളിർമ കിട്ടണോ, തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു നോക്ക്. എന്തെന്നില്ലാത്ത, പറഞ്ഞറിയാൻ കഴിയാത്ത ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വരും, ഷുവറായിട്ടും വരും. ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, അന്ന് സാറ് പറഞ്ഞത്, അന്ന് മൂപ്പര് പറഞ്ഞത് തെറ്റാണ്, അങ്ങനെയൊന്നുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഒരാഴ്ച നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്ക്. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ഒരു 2 റക്അത്ത് അല്ലെങ്കിൽ വിത്ർ നിസ്കരിച്ചിട്ട് നിങ്ങളെന്നും നിങ്ങളുടെ പാപങ്ങളും തെറ്റുകളും പോരായ്മകളൊക്കെ അള്ളാഹിനോട് ഏറ്റുപറയും. നിങ്ങളുടെ നീഡ്സുകൾ എന്താണെന്ന് അള്ളാഹിനോട് നിരന്തരം ചോദിച്ചു നോക്ക്, പറഞ്ഞു നോക്ക്. മനസ്സിനൊരു കുളിർമ തരണേ, ഇസ്തിഖാമത്ത് തരണേ, ദീനിൽ എന്നെ പിടിച്ചു നിർത്തി തരണമേന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചു നോക്ക്. തീർച്ചയായിട്ടും ഈ ടീം സ്പേസും ഇതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളും ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങളുണ്ടാകും, ചേഞ്ചുകളുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും ആ ഫിലസ്തീനിലെ മക്കളെ ഓർക്കും, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ റീൽസുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ റിയൽ ലൈഫ് മറന്നു പോകരുത് എന്നാണ് ഈ സംസാരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്തിൻ്റെയൊക്കെയോ പിന്നാലെ ഇൻഫ്ലുവൻസ് ബാധിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ബാധിക്കാതിരിക്കണമെങ്കിൽ
നമ്മൾക്ക് നമ്മളെക്കുറിച്ചൊരു ബോധ്യം വേണം, നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു ലക്ഷ്യം വേണം. ആ തിരിച്ചറിവോട് കൂടിയിട്ടായിരിക്കണം ഈ ടീം സ്പേസ് കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചു പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.